നമസ്കാരം. സെഹ്റ വിഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പുളിയാവ് ജനതയെ വീതിയിലാഴ്ത്തി ഒരു അജ്ഞാത വസ്തു. ഇന്ന് പുലർച്ചെ 4:30 പ്രദേശവാസികളെ വീതിയിലാഴ്ത്തിക്കൊണ്ട് പുളിയാവ് സെഹ്റ സെന്റർ സ്കൂളിൽ ഒരു അജ്ഞാത വസ്തു വന്നിറങ്ങിയത്. ഇതുവരെയും ആളപായമോ സ്കൂളിന് കേടുപാടുകളോ സംഭവിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സ്കൂളിന്റെ 14ാം വാർഷികം നടക്കാനിരിക്കെയാണ് ഈ സംഭവം നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജിസ്യ അഖിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് ജിസ്യ, കേൾക്കാമോ? എന്താണ് പുളിയാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? ഒരു ജനതയെ ഭീതിയിലാഴ്ത്തിയ സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്. എന്താണ് ജനങ്ങളുടെ പ്രതികരണം? ഗുഡ് മോർണിംഗ് ഷൈജ, കേൾക്കുന്നുണ്ട്. ഏതായാലും പുളിയാവ് ജനതയെ ഒന്നടങ്കം ഭീതിയിലാക്കിയ സംഭവമാണ് ഇന്ന് പുലർച്ചെ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പുളിയാവ് സെഹ്റ സെൻട്രൽ സ്കൂളിന്റെ മുറ്റത്താണ് പേടകം വന്നിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒന്നടങ്കം പരിഭ്രാന്തിയിലും ആശ്ചര്യത്തോടു കൂടിയും ഇവിടെ ഒട്ടാകെ തടിച്ചുകൂടിയിട്ടാണുള്ളത്. ഇവിടെ നമ്മോടൊപ്പം സ്കൂളിന്റെ സ്റ്റാഫായ നാട്ടുകാരിയും കൂടിയായ ലിജീന നമ്മോടൊപ്പം ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാം. ലിജീന, യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത്? ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും തിരിഞ്ഞിട്ടും ഇവിടെ വലിയൊരു ഒച്ച കേട്ടിട്ട് ഞങ്ങൾ വന്ന് നോക്കിയതിന് നോക്കുമ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ടിൽ വലിയൊരു സാധനം വന്നിറങ്ങിയതാണ്. അന്നേരം തന്നെ ഞാൻ സാറേയും മന്ത്രി സാറേയും വിളിച്ച് പിന്നെ നാട്ടുകാരെല്ലാം ഓടിയെത്തി ഇവിടെ എല്ലാവരും പേടിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഇന്ന് ഒരു അസ്വാഭാവിക സംഭവം എന്ന് വെച്ചാൽ പേടകമാണ് സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് വന്ന് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ISROന്റെ ഒരു അന്വേഷണ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അവരുമായി ചർച്ച ചെയ്ത് ഉണ്ടാകുന്നതായിരിക്കും. ക്യാമറാമാൻ ബായ്സിനൊപ്പം ജിസ്യ. ഓക്കെ ജിസ്യ, നമുക്ക് പുതിയ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. സെഹ്റ വിഷനാണ് ആദ്യമായിട്ട് ഈ ദൃശ്യങ്ങൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. അടുത്ത വാർത്തയുമായി അലി വാളാൻ. നന്ദി, നമസ്കാരം.